നമുക്ക് ഈ തടിയനെ നടത്തിക്കാൻ കൊണ്ടുപോവാം. തടിയനെ നടക്കുന്നതോടൊപ്പം ഞാനും നടക്കുവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ലൈവില് ഞാൻ ഇനി നടക്കും, എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. സന്ധ്യാസമയമായി. ഇപ്പൊ എല്ലാരും കിടന്ന് കൊരക്കോട്ടാ. ഇന്ന് തടിയന്റെ റോളാണ്. തടിയൻ ബാടാ ഇന്നലെ എവിടെ അമ്മ അയ്യോ നിക്കടാ. ഇപ്പൊ എല്ലാരും കിടന്ന് എന്നെ ചീത്ത വിളിക്കണണ്ട. എല്ലാരും കിടന്ന് എന്നെ ചീത്ത വിളിക്കണത് ഇവനെ മാത്രം നടത്താൻ കൊണ്ടുപോയി. ഇത് എല്ലാപ്പോഴും ഉള്ള അംഗമാണിത്. എനിക്ക് 2 കൈയുള്ളൂ. ഇനി വലിച്ചുകൊണ്ട് പോവരുത്. അവനപ്പിടുന്ന വീഡിയോ ആണ് താൻ എടുക്കണത്. ഇപ്പൊ കേക്കണ ശബ്ദം കണ്ട, അത് എല്ലാ ദിവസവും ഉള്ള പ്രശ്നമുള്ളത്. ഒരാളെയും കൊണ്ടല്ലേ എനിക്ക് നടക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ യുവമാര് കൊണ്ടുപോയില്ലെങ്കിൽ ബാക്കി എല്ലാരും കിടന്ന് കുറച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോ ഞാനും ചെറുതായിട്ട് സ്ഥിരമായിട്ട് നടക്കാൻ തുടങ്ങി. അടുത്ത ആഴ്ച മുതൽ ജിമ്മിൽ പോകേണ്ടതാണ്. അപ്പൊ ഇപ്പോഴേ നടന്നു തുടങ്ങിയാൽ ആ കഷ്ടപ്പാട് ഇച്ചിരി കുറയും എന്നൊരു ധാരണ. ഡാ തടിയാ, നിന്നെ ഞാൻ ഓടിക്കോട്ടെ മര്യാദക്കടിങ്ങ. അവിടെ ആരും ഇല്ലെങ്കിൽ പോര്, ഓടി. ഇങ്ങനെ ആരാണത്? ആരാണത്? ദേടി പൂച്ച വന്നേക്കണ്ടി. ഇറക്കി അയാള് ഇങ്ങനെ അങ്ങ് മര്യാദക്ക് നടന്നാൽ അത് എന്നെ വലിച്ചുകൊണ്ട് പോണ നേരം കൊണ്ട്. എല്ലാരും വീട്ടില് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ നടക്കുന്നത്? അടി എൻ്റെ അടുത്ത് നല്ലത് മേടിക്കോട്ടാ, പറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ. എന്താണ്? വാ വാ. ഇവന്മാര് വല്ല പറമ്പ പുല്ല എല്ലാം കണ്ടു കഴിഞ്ഞാ എന്നെ വലിച്ചുകൊണ്ട് ഈ പോക്കാണ്. ഒരനുസരണയോടുകൂടി വളർത്തേണ്ടത് വീട്ടിലെ അമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഒരു അനുസരണയില്ലാതെയാണ് ഞാൻ ഇവന്മാരെ വളർത്തിയേക്കണത്. അത് പുറത്തേക്ക് വിട്ട ആക്രാന്തത്തിന് ഈ പറഞ്ഞാല് വലിച്ചുകൊണ്ട് പോക്കും കണ്ട പറമ്പിലും ഇതിലൊക്കെ കയറും. നടന്നോ? എന്താ ഇപ്പൊ വലിച്ചുകൊണ്ട് പോണില്ലേ? കേറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നോക്കിയ തലയില് പറമ്പിൽ നടക്കരുതെന്ന് പറയണതിന്റെ കാരണം അതാണ്. സൈഡിൽ കൂടെ വന്നേ.
മഴ വാ ഓടിക്കോ ഓടിക്കോ. ഓടിക്കോ. അയ്യോ ഇവിടെ നീങ്ങിക്കോ. അന്നമ്മയുണ്ട് ഇന്നത്തെ ക്യാമറ ഗേൾ. വിചാരിച്ചത് ഭയങ്കര സിമ്പിളാണ് വീഡിയോ എടുക്കണത്. ഞങ്ങള് പുറകെ ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കല് ഭയങ്കര സിമ്പിളാണെന്നാണ് ക്യാമറ ഗേൾ വിചാരിച്ചത്. നമുക്കല്ലേ അതെ അതിൻ്റെ ഉള്ളിൽ പോയി പിന്നെയും ആ സാധനം ഒരു പണ്ടൊക്കെ നമ്മൾ ഈ കാട്ടിക്കൂടിയൊക്കെ പോകുമ്പോൾ ഒരു ഉണ്ട പോലത്തെ ഒരു മുള്ളുള്ള സാധനം നമ്മുടെ മേത്ത് പിടിക്കൂലേ, അത് ഇവന്റെ തലയിൽ കഴിഞ്ഞ ദിവസം ഋഷിനെ കൊണ്ടുപോയപ്പോൾ ഋഷിയുടെ രോമത്തിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. വാ ഓടിക്കോ. എന്നെയും വിളിച്ചിട്ട് പോ. വലിച്ചുകൊണ്ട് പോ. കണ്ടാ പോരാണോ? മേലേക്കാണോ? മേലേക്കാണോ? യുദ്ധത്തിനുള്ള സാധ്യത. വാ താഴേക്ക് ഇറങ്ങിക്കോ. കാട്ടിലോട്ട് പോകുമ്പോ എന്നെ വലിച്ചുണ്ടോ നിക്കരുത് കേട്ടാ. തീ പോണു പിന്നെയും. പൊന്നോ ഒരുത്തര നടത്തി ചെയ്യുമ്പോ തന്നെ ഇത്രയായി. ആന്ന് എന്റെ കൊരയും കൂടി അതിന്റെ കൂടെ. എന്റെ കൊരയും കൂടി വന്നപ്പോഴേക്കും പട്ടി അയ്യോ ഉള്ള ലൈറ്റും പോയി. വാ 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 ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വീട്ടിൽ വീഡിയോ എടുത്തോണ്ട് ഓടണം ഒരുത്തി. അങ്ങനെ മൊത്തം പട്ടികളും മൊത്തം നിന്റെ ഫ്രണ്ട്സും ഉണർന്നു. നാട് ഉണർന്നു കേട്ടടാ കടിയാ. നാട് ഉണർത്തി നീ. കേട്ടാ വാ. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. അവൻ ഈ പറമ്പ് കാണുമ്പോ നിനക്ക് വല്ല ഇതുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ. പോരാതെ അവിടെയും കൂടി വരെ നടന്നിട്ട് പോന്നാ മതി. വാ 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 വാ. രാത്രി കുടുംബത്തെ കയറാം. അയ്യോ ഒരു ലൈറ്റും ഇല്ലാതെ അവസാനിക്കുന്നൊരു വീഡിയോ ഇതായിരിക്കും. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ആ നാടിനെ വരെ ഞങ്ങൾ ഉണർത്തി. ഇപ്പൊ ദേ വീടും ഉണർന്നു. അങ്ങനെ ഇരുട്ടത്ത് ഒരു വ്ളോഗ് കഴിഞ്ഞു.